നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുന്ന 21 ദിവസത്തിനകം ഭാഗ്യം നേടുന്ന 5 നക്ഷത്ര ജാതകർ. ഇവരുടെ ജീവിതത്തിൽ ഇവർ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സമ്പൽ സമൃദ്ധിയാണ് കടന്നു വരുവാനായിട്ട് പോകുന്നത്. ഇവരുടെ കഷ്ടതകളും പ്രയാസങ്ങളും എല്ലാം മാറി ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരും. അതുപോലെ തന്നെ ഈ 5 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളാണ് ഈ ഒരു 21 ദിവസത്തിനകം സംഭവിക്കുവാനായിട്ട് പോകുന്നത്. ധനലാഭം, വാഹനം വാങ്ങുവാനിട, വസ്തു വാങ്ങുവാനുള്ള ഇട, അതുപോലെ തന്നെ പിണങ്ങിപ്പോയവർ തിരിച്ചു വരാനുള്ള സാധ്യത, അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ നഷ്ടപ്പെട്ടതും ഇന്ന് വരെ തിരിച്ചു ലഭിക്കാത്തതുമായ പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ട് പോവുകയാണ്. അതിൽ ഒന്നാമത്തെ നക്ഷത്ര ജാതകർ അത്തം നക്ഷത്ര ജാതകരാണ്. കുറേ പ്രയാസങ്ങളോടും കുറച്ചധികം കഷ്ടതകളോടും കൂടി ജീവിതം തള്ളി നീക്കുന്ന വ്യക്തികളാണ് ഈ അത്തം നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത്. കടഭാരം എന്നത് ഏറെയാണ്. സാമ്പത്തികപരമായിട്ടൊക്കെ ഒത്തിരി പുറകിൽ നിൽക്കുവാൻ വിധിക്കപ്പെട്ട നക്ഷത്ര ജാതകരാകുന്നു ഈ അത്തം നക്ഷത്ര ജാതകർ. ഒരു സൗഭാഗ്യമോ ഒരു സന്തോഷമോ ഒന്നും ഇവരുടെ ജീവിതത്തിൽ ഇന്നേ വരെ ലഭിച്ചിട്ടില്ല. ഓർമ്മ വെച്ച നാൾ മുതൽ കഷ്ടങ്ങളിലൂടെയും കടഭാരങ്ങളിലൂടെയും കുടുംബ പ്രാരാബ്ദങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന വ്യക്തികളാണ്. എന്നാൽ വരുന്ന 21 ദിവസത്തിനകം ഇവരുടെ ജീവിതത്തിൽ ഒരത്ഭുതം സംഭവിക്കാനായിട്ട് പോവുകയാണ്. മറ്റാർക്കും എത്തി നോക്കുവാൻ പോലും കഴിയാത്ത തരത്തിലുള്ള വൻ രീതിയിലുള്ള സൗഭാഗ്യം ഇവരുടെ കയ്യിൽ ധനം വന്നു ചേരും. അതുപോലെ തന്നെ കുടുംബ വിശ്വാസത്തോടുകൂടി നയിക്കുവാനായിട്ട് ഇവർക്ക് കഴിയും. അതുപോലെ മക്കളുടെ ജീവിതങ്ങൾ സുരക്ഷിതമാക്കുവാൻ ഇവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ലോട്ടറി എടുക്കുന്ന ശീലം ഇവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തുക സമ്മാനമായി ലഭിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ള ഒരു പ്രധാന കാര്യം. രണ്ടാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് മൂലം നക്ഷത്ര ജാതകരാണ്. കുറച്ചധികം സൗഭാഗ്യങ്ങളും സമ്പൽ സമൃദ്ധികളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നിരുന്നാലും പ്രയാസങ്ങളുടെ ഒരു വലിയ കൂമ്പാരം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിക്കുവാനും ഈശ്വര സഹായത്താൽ വരുന്ന 21 ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നന്മയുണ്ടാകുവാനും കഴിയുമെന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ നിങ്ങൾ വേർപാടിന്റെ ദുഃഖം അനുഭവിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മാനസികമായ ഒത്തിരി വേദനകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം നേടുവാനായിട്ട് നിങ്ങൾക്ക് സാധ്യമാകും. നിങ്ങളുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകും. വരുന്ന 21 ദിവസത്തിനകം വളരെയധികം ഭാഗ്യാനുഗ്രഹത്തിലേക്ക് നിങ്ങൾ എത്തുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നന്മകൾ ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾ എത്തുക തന്നെ ചെയ്യും. മൂന്നാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് പുണർദം നക്ഷത്ര ജാതകരാണ്. പൊതുവെ വലിയ ഭാഗ്യമൊന്നുമില്ലാത്ത നക്ഷത്ര ജാതകരായിട്ടാണ് ഈ പുണർദം നക്ഷത്ര ജാതകരെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നിരുന്നാലും ഇനിയുള്ള ദിവസം ഇവരിൽ സമ്പൽ സമൃദ്ധിയുടെയും അനുഗ്രഹത്തിന്റെയും ഒരു ദിവസമാണ്. കഷ്ടതയൊക്കെ ഇവരിൽ നിന്ന് മാറി നിൽക്കും. കടഭാരം മാറും. ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് മേൽമകളും അതുപോലെ പ്രയാസങ്ങളെയൊക്കെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനായിട്ട് സാധിക്കും. അടുത്ത 2 നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് ആയില്യവും ഉത്രാടവുമാണ്. തീർച്ചയായിട്ടും ഈ 2 നക്ഷത്ര ജാതകർക്കും ഫലം അത്യുത്തമമായിട്ട് ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് കഷ്ടതകളും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം ഒരു മാറ്റം സംഭവിക്കുകയാണ്. ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും ഈ നക്ഷത്ര ജാതകർക്കുണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.